ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ട്ടോ. ലൈബ വെഡിങ് സെന്റർ, വെഡിങ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. പന്നികൾ കൊലയാളികളാകുമ്പോൾ എന്ന തലക്കെട്ടിൽ നിരന്തരമായി നടന്നുവരുന്ന റോഡ് അപകടങ്ങളെയും കൃഷിനാശത്തെയും എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ കലാ സാംസ്കാരിക സമിതി വണ്ടൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ക്യാമ്പയിന് വണ്ടൂരിൽ തുടക്കം കുറിച്ചു. വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ പരിപാടി മജീഷ്യൻ RK മലയത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മളടക്കമുള്ളവരൊക്കെ പന്നികളാണ് നമ്മൾ പറയാറുണ്ട്. ഓടാ പന്നി എവിടുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നി തിരിച്ചും പറയാതെ വലിയ പ്രശ്നമുള്ള വാക്കായി മാറിയിട്ടില്ല. പക്ഷെ ഇന്ന് പന്നി എന്നുള്ള പദം അല്ലെങ്കിൽ ആ ഒരു മൃഗം നമുക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ആദ്യം നമ്മൾ പന്നികളെ കുറിച്ച് പ്രശ്നം കേൾക്കാൻ തുടങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട കർഷകരുടെ മേൽ അവർ ആക്രമിക്കാൻ, കർഷകരുടെ വിളകളുടെ മേൽ അവർ ആക്രമിക്കാൻ തുടങ്ങി എന്നുള്ളത് പേരിലായിരുന്നു. കർഷകരെന്ന് പറയുന്നത് നമുക്ക് അന്നം തരുന്നവരാണ്. ഞാൻ എന്ന വ്യക്തി ഈ ഭൂമുഖത്തെ ഒരു 2-3 തൊഴിലിനോടാണ് ഏറ്റവും അധികം ആദരവ് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ തൊഴിൽ കർഷകരാണ്. കർഷകരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. എനിക്കൊരു ബസ് സർവീസ് ഉണ്ടായിരുന്നു നാടുകാണിയിൽ നിന്ന് നിലമ്പൂർ വരെ വരുന്ന. അപ്പോൾ ഈ വടക്കര ഭാഗത്ത് നിന്നൊക്കെ ധാരാളം കർഷകർ അവരുടെ ചാക്കുകളൊക്കെ കയറ്റും. സാധാരണ ബസ്സിലൊക്കെ ഇത് കയറ്റാൻ ചാക്കുമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലീനർ പോട്ടെ വേണ്ട ഇവിടെ ഇത് കയറ്റ പിന്നെ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനറോടും കണ്ടക്ടറോടും എല്ലാവരോടും പറഞ്ഞു, കർഷകരൊന്നുണ്ടെങ്കിൽ അവരുടെ ചാക്ക് നിങ്ങൾ കയറ്റാൻ സഹായിക്കണം. അവരൊരു വാഴക്കൊല ഉണ്ടെങ്കിൽ നിങ്ങൾ കയറ്റി കൊടുക്കണം അവർക്ക് വേണ്ടിയിട്ട്. കാരണം അവരാണ് ഏറ്റവും മാന്യമായ തൊഴിൽ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സമൂഹം. അവർക്ക് അവരുടേതായ ഒരു സംസ്കാരമുണ്ട്. അത് നമ്മുടെ സംസ്കാരം തന്നെയാണ് കാർഷിക വൃത്തി, കാർഷിക സംസ്കാരം എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇവിടേക്ക് ഇപ്പോഴും എത്തി നിൽക്കുന്നത്. രണ്ടാമത്തേത് തൊഴിൽ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ജവാന്മാരുടേതാണ്. നമ്മൾ ഇവിടെ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ അതിർത്തി കാക്കുന്ന ജവാന്മാരാണ്. മൂന്നാമത്തേത് അധ്യാപകരുടേതാണ്. അവർ അടുത്ത തലമുറയെ വളർത്തി കൊണ്ടുവരേണ്ടതാണ്, ഉയർത്തേണ്ടവരാണ്, അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഓർഡറിൽ നിൽക്കുമ്പോൾ കർഷകരുടെ വിളകളെയാണ് ഈ പന്നികൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പന്നികൾ മാത്രമല്ല, ആനയും തുടങ്ങിക്കഴിഞ്ഞു. അതിനെതിരെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്കതൊക്കെ കൂട്ടമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. അതിലേക്ക് നമ്മൾ വരാം. ഇപ്പോൾ ഈ പന്നികൾ മൂലം ധൈര്യമായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലായ നടന്നു പോകാൻ പറ്റില്ല, അതുകൂടെ മോട്ടോർ സൈക്കിളിൽ പോകാൻ പറ്റില്ല, ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റില്ല. വളരെ അപകടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന നിലമ്പൂർ KSRTCയുടെ നേരെ മുൻപിലാണ്. ആ KSRTCയുടെ നേരെ മുൻപിൽ കുറേ കാടുകളുണ്ട്, കൃഷിക്കാടുകളുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഭാര്യ നിർമ്മലയുടെ അനിയത്തിയുടെ വീട്. അപ്പോൾ സന്ധ്യാസമയത്ത് അവിടേക്കൊന്ന് പോകണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പോകുന്നത് വടിയൊക്കെ കയ്യിൽ വെച്ചാൽ, വടിയും ടോർച്ച് 2 ഒക്കെ കയ്യിൽ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം അവിടെയുള്ളതായ ഫോറസ്റ്റിൻ്റെ സ്ഥലത്തു നിന്നും എപ്പോഴാണ് പന്നി മുന്നിലേക്ക് ചാടുക എന്നറിയില്ല. ജനസഞ്ചാരമുള്ള ഒരു വഴി അല്ലാതെ അത്രമാത്രം ഭീതിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രദേശത്തുള്ളവർ പ്രത്യേകിച്ചും. AKSS വൈസ് പ്രസിഡന്റ് അബ്ദുല്ലഹല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ AKSS പ്രസിഡന്റ് ഡോക്ടർ റഹൂഫ് വണ്ടൂർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി മനോജ് പകിട്ടീരി, റഫീഖ് ഡോക്ടർ, നാസർ KT, ബിനു വണ്ടൂർ, ഹാരിസ് നീലാംബ്ര, നെദ്രുദ്ദീൻ പൂലാട്ട്, M ജിംഷാദ് അഞ്ചിച്ചവടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.